ആളൊഴിഞ്ഞ് നിശബ്ദമായൊരു താഴ്വാരം. ആ ഒരു താഴ്വാരത്ത് നിഗൂഢമായി നിലകൊള്ളുന്ന പഴയൊരു CSI ദേവാലയം. അതിനോട് ചേർന്ന് വലിയൊരു കൊലപാതകം നടന്നിട്ടുള്ള നിലം പൊത്താറായി നിൽക്കുന്ന ഒരു വീട്. ഈ ഒരു താഴ്വാരത്തെത്തിച്ചേർന്നിട്ടുള്ള കൊടുങ്കാടിനുള്ളിൽ വളഞ്ഞു വളഞ്ഞു കിടക്കുന്ന ദുർഘടമായ പാതയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. പറഞ്ഞു വരുന്നത് ഒരു കഥയല്ല, നമ്മൾ ശരിക്കും ഒരു താഴ്വാരത്തേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ കാരികാട് ടോപ്പിലാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം കൃത്യം പറയുകയാണെന്നുള്ള കഴിഞ്ഞ ഒക്ടോബർ മാസം 9-ാം തീയതിയാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. അന്ന് നമ്മളൊരു ഈ താഴ്വാരത്ത് ഇറങ്ങിയപ്പോൾ ഒരു CSI പള്ളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പള്ളിയിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടാമത് അവിടെ പോകുന്നത്, അതിനൊരു വ്യക്തമായൊരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു മേളിൽ ആ ഒരു ടോപ്പിൽ ഒരുപാട് ആളുകൾ വാഗമണിൽ പോകുന്ന വഴിയാണല്ലോ. അപ്പോൾ വാഗമണിൽ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. വാഗമണിലൊക്കെ പോകുന്നവർ മെയിനായിട്ട് നിർത്തുന്ന ഒരു സ്പോട്ടാണ്. അവിടെ നല്ല തിരക്കുണ്ട് ഇന്ന്. എന്തായാലും ഇങ്ങോട്ടേക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അന്നത്തെ പോലെ തന്നെ ഒരു മനുഷ്യനും ഒരു പോകുന്ന ഒരു സ്ഥലം അല്ലാതെ അറിയാം. അതുപോലെ തന്നെ ആ ഒരു പള്ളി, താഴെ ഒരു പള്ളി ഉണ്ടെന്ന് മേളിൽ ഒരു സൂചനാ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനർത്ഥം ആരും അങ്ങനെ പോകുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടേ ഉള്ളൂ. ഒരു വളവ് കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള കുറേ ഹെയർ പിൻ ഉണ്ട് താഴെ വരെ. അപ്പം ഇത് രണ്ടാമത്തെ വളവാണ്. ഇനി നമുക്ക് കുറേ ദൂരം ഇതിന് അകത്തോടെ നടക്കാനായിട്ടുണ്ടേ. അപ്പം പിന്നെ ഈ ഒരു വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്തോറും വിജനമായിക്കൊണ്ടിരിക്കും കേട്ടോ. അതായത് ഇവിടെ നമുക്കൊരു വീട് കാണാം, അത് കണ്ടോ, ഇവിടെ ചെറിയൊരു വീട് താഴെയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുന്നിലായിട്ട് 1-2 വീടുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളോ ആളുകളെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേ ആ ഒരു പോസ്റ്റിലൊക്കെ ലൈറ്റ് തെളിഞ്ഞ് കിടക്കണം. നോക്കി ഇങ്ങോട്ട് ആ ഒരു ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം വീടുകളൊക്കെ താഴെ കുറേ വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആ ഒരു വൈദ്യുതി ലൈനൊക്കെയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് മലയിഞ്ചിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഏലച്ചെടിയൊക്കെയാണെന്ന് തോന്നുള്ളൂ. ഇത് കൃഷി ചെയ്തേക്കണതാണോ അതോ ഇവിടെ പൊട്ടി മുളച്ച് വന്നാണെന്ന് അറിയില്ല. താഴെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൊടംപുളി, ഇവിടെ എവിടെ നോക്കിയാലും കുറേ കൊടംപുളിയുടെയൊക്കെ മരങ്ങൾ കാണാം. എവിടെ വേറെ നിൽക്കണുണ്ടോ, കണ്ടോ പോസ്റ്റേലെല്ലാം ബൾബ് തെളിഞ്ഞ് നിൽക്കണുണ്ടോ. ഇത് അവർ ഓഫ് ചെയ്യാൻ മറന്നു പോയതായിരിക്കും അല്ലേ. ഇവിടെ പണ്ട് തേയിലക്കൃഷി ഉണ്ടായിരിക്കും. അത് കണ്ടത് പണ്ട് തേയിലക്കൃഷി ഉണ്ടായിരുന്ന തോന്നണം കേട്ടോ. അതുകൊണ്ട് അത് തേയിലയാണേ. ഇത് തേയില മരമാണ് കേട്ടോ, തേയില ചെടിയല്ല, തേയില മരമാണ്. തേയില വെട്ടാതെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ മരം പോലെ മേളിലേക്ക് വളർന്നു പോകും. ഇത് കണ്ടോ, തേയിലയുടെ കാ കണ്ടോ, ഇതിൽ കായൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുറ്റിച്ച് നിൽക്കുമ്പോൾ ഇതുപോലെ കായോ ഇതുണ്ട്. ഇത് തേയിലയാണെന്നൊന്നും കണ്ടാൽ തോന്നില്ല, പക്ഷേ കറക്റ്റ് ഇത് സംഭവം അതാ കേട്ടോ. തേയിലയുടെ ഇല കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കൊടംപുളി, ഇതുപോലെയുള്ള പനകൾ, ഇങ്ങനെയുള്ളതൊക്കെയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. അതൊക്കെ പുള്ളിക്കാനം ഏരിയയൊക്കെയാണ്. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുള്ളിക്കാനം, അവിടെ ഒരു വാഗമൺ സൈഡൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതേ നമ്മളെ ഇറങ്ങി 3-ാമത്തെ ഹെയർ പിന്നാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് 2 വീട് കാണാം കേട്ടോ. അതുണ്ടോ, അവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീട് കാണാം. നമ്മൾ അതിലാണ് ഇറങ്ങി പോകുന്നത്. ഇനി ഈ വഴി എന്ന് വളഞ്ഞ് അങ്ങ് ദൂരം ഏറ്റവും താഴെ ചെല്ലണം. ഏറ്റവും താഴെയാണ് പള്ളി ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊരു തേക്കും തോട്ടാട്ടോ. അപ്പോൾ മേളിൽ നിന്ന് ഇതൊരു വലിയൊരു മലയാണ്. മലയുടെ ഏറ്റവും അടിവാരത്തേക്ക് നമുക്ക് നടന്ന് ഇറങ്ങിപ്പോകണം. ഒത്തിരി ടൈം എടുക്കും അവിടെ ചെല്ലുമ്പോഴത്തേനും. ഇതുണ്ട്, ഇവിടെ പോസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കണേ. ഇവിടെ പുതിയ ലൈനൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ പോസ്റ്റിലെല്ലാം തന്നെ എല്ലാ പോസ്റ്റിലും ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി വന്നാലും നമുക്ക് നടന്നു പോകാനൊക്കെ ആയിട്ട് ഈ ലൈറ്റൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് കുറേ ദൂരം. എന്തായാലും ഈ ഒരു സ്ഥിതി കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങ് മാറും കേട്ടോ. പിന്നെ ഈ റോഡിൻ്റെ കണ്ടീഷനും എല്ലാം അങ്ങ് മാറുകയാണ്. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല സേഫായിട്ട് നമുക്ക് കോൺക്രീറ്റ് ഇട്ട വഴിയാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒരു സ്കൂട്ടറൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകണേ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പോസ്റ്റിലും ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. വെറുതെ എന്തിനല്ല ഈ വൈദ്യുതി വെറുതെ വേസ്റ്റ് ആക്കുന്നത്. ഇതുണ്ട്, ഈ പോസ്റ്റിൻ്റെ മേളിൽ നോക്കി തെളിഞ്ഞ് കിടക്കണം കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണേ. അപ്പം ഞാൻ പറഞ്ഞത് വാസ്തവമാണ് കേട്ടോ. ഇത് വലിയൊരു തേയിലത്തോട്ടമായിരുന്നു. ആ ഒരു സ്ലോപ്പ് പോലെ കിടക്കണ ഒരു സ്ഥലം കണ്ടില്ല, അത് നിറയെ തേയിലച്ചെടികൾ എന്ന് പറയാൻ പറ്റില്ല, തേയില മരങ്ങളാണ് കാണുന്നത്. കണ്ടോ, ഈ മരത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി, അതിൽ കായൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമുക്ക് ഈ വാഗമണിലും പ്രത്യേകിച്ച് പുള്ളിക്കാന സൈഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പഴയ തേയില എസ്റ്റേറ്റുകൾ കാണാം. അതൊക്കെ അതിൽ കൂടുതൽ ഇതുപോലെ തന്നെ തേയിലച്ചെടികളൊക്കെ മരം പോലെ വളർന്നു നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അതിൽ നുള്ളൊന്നും എടുക്കാതെ ആ രീതിയിൽ ഒന്നും നോക്കാതെ കിടക്കുന്ന എസ്റ്റേറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ ഒരു വലിപ്പം കണ്ടോ. നമ്മുടെ കാപ്പിയൊക്കെ ആണെന്ന് തോന്നും, പക്ഷേ സംഭവം തേയിലച്ചെടിയാണ്. നമ്മൾ നടന്ന ഏകദേശം ഈ ഒരു കോൺക്രീറ്റ് വഴി തീരുന്ന ആ ഒരു സ്ഥലത്ത് എത്താറായി. ഈ വഴിയുടെയൊക്കെ കിടപ്പ് വെച്ച് എനിക്ക് നല്ലപോലെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ എത്ര സമയം കൊണ്ട് നമ്മൾ താഴെ എത്തും
അതുപോലെ തന്നെ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്നെല്ലാം എനിക്ക് വ്യക്തമായൊരു ഐഡിയ ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ആ ഒരു നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് വഴി ഇവിടെ കൊണ്ടൊക്കെ തീരുവാ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കാപ്പി കൃഷി ചെയ്തേക്കുന്നുണ്ടോ, കാപ്പി കവുങ്ങൊക്കെയാണ്. നമ്മൾ മേളിൽ നിന്ന് കണ്ട ഒരു തേയിലത്തോട്ടം കാണാം. അപ്പോൾ ഒരു സ്കൂട്ടറിലൊരു ചേട്ടൻ ഇങ്ങ് വന്നാൽ ഉണ്ടായിരുന്നു ആ മേളിൽ നിന്ന്. ഈ വീട്ടിലെ ചേട്ടനാട്ടോ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു ചെറിയ വീട് കണ്ടോ, നമ്മളിപ്പോൾ ആ മേളിൽ നിന്ന് കണ്ട വീടാണ്. അതിൻ്റെ അപ്പുറം ഒരു വീടുണ്ട്. നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിരുന്നു. ഇതെല്ലാം ഈ വേനൽ ടൈം ആയതുകൊണ്ട് തന്നെ മൊത്തം ഉണങ്ങി കരിഞ്ഞ് കിടക്കുവാണ്. കണ്ട ഒരു തേക്കും തോട്ടം കണ്ടില്ല, നല്ല രസമായിരുന്നു അന്ന് വന്നപ്പോൾ ഇവിടെ കാണാനായിട്ട്. ഇല്ല പച്ചപ്പായിട്ട് ഇതവിടെ ഒരു വീടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ആ ഒരു സൈഡിൽ കണ്ടില്ല, ആ മലകളൊക്കെ ഇങ്ങനെ കാണാൻ. എനിക്ക് അങ്ങനെ പുള്ളിക്കാനായിരിക്കും ആ ഒരു സൈഡ്. വാഗമണ്ണൊക്കെ അങ്ങ് നേരെ അവിടെയാണ് വരുന്നത്. കോട്ടംപുള്ളിയുടെ വലിയൊരു മരം നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ വഴിയുടെ അവസ്ഥ വീണ്ടും ദുർഘടമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് അതിലാണ് ഇറങ്ങിപ്പോണ്ട്. ആ കല്ലൊക്കെ കിടക്കണ കണ്ടില്ലേ. ഇത് അന്ന് വന്ന സമയത്ത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. ഒരു ചാലാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ വെള്ളം ഇപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിയൊന്നുമില്ല. അതിലേക്ക് ഇഷ്ടംപോലെ വെള്ളം ഒന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. ആടിനോ പശുവിനോ എന്തോ കൊടുക്കാനൊക്കെ ആയിട്ട് വെട്ടി വെച്ചേക്കണമെന്ന് തോന്നുന്നു. ഒരു കെട്ട് പുല്ല്. ഈ കല്ലെന്തിനാവും ഇങ്ങനെ കൊണ്ടിട്ടേക്കണേന്ന് അറിയില്ലല്ലോ. ഇത് കണ്ടോ, അതിങ്ങനെ കൊണ്ടിട്ടേക്കണ പോലെ തന്നെ, പൊട്ടിച്ച് കൊണ്ടിട്ടേക്കണ പോലെ തന്നെ ഉണ്ട് മേളിൽ നിന്ന്. ഈ ചിലപ്പോൾ ഈ വഴിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ ഒരു കൊടംപുളി നിൽക്കുന്നത്. കൊടംപുളി കായൊന്നുമില്ല, ഇപ്പം കൊടംപുളിയുടെ സീസൺ അല്ലാന്ന് തോന്നുന്നു. അതുപോലെ അവിടെ ഉണ്ടാവും ഒരു വീട് നമുക്ക് അവിടെ കാണാം കേട്ടോ. ആ ഒരു വീട് കണ്ടില്ല അവിടെ. ആ വീട്ടിൽ ആൾതാമസമൊന്നുമില്ല. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 കൊടപ്പന, അതെന്താ കൊടപ്പന എന്നല്ലേ പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് വീടൊക്കെ മേഞ്ഞുകൊണ്ടിരുന്നത് 2 വലിയ കൊടപ്പനകൾ കാണാം. അപ്പോൾ ആ ഒരു പള്ളിയുടെ അടുത്തൊരു വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീടിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോ കേട്ടോ. അതായത് നമ്മളെ കയറിയ ഒരു വീടിൻ്റെ 2ാമത്തെ മുറിയുടെ തെക്ക് വശത്തായിട്ട് ഒരാളെ ജീവനോടെ കൊന്ന് കുഴിച്ചു മൂടിയതാട്ടോ. എൻ്റെ അമ്മോ, നോർത്തൊക്കെ ഭയങ്കര നിഗൂഢമായൊരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയുടെ ഒരു ഘടനയൊക്കെ ഇങ്ങ് പെട്ടെന്ന് മാറിയത് ശ്രദ്ധിച്ചോ. ഇനിയിപ്പം ഇതിലും ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും കേട്ടോ. ഈ ഒരു കണ്ടീഷനൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ഇപ്പം ഭയങ്കര നിശബ്ദമായ ഒരു കാറ്റൊക്കെ അങ്ങ് മാറി ഭയങ്കര നിശബ്ദമായി ഒരു ഇരുണ്ട് മൂടിയൊരവസ്ഥ. ഇപ്പം വെയിലുള്ളതുകൊണ്ട് തന്നെയാണ് കുറച്ചേലും നമുക്ക് ഈ ഒരു പ്രദേശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ഇവിടെ മൊത്തം ഇരുണ്ട് മൂടിയൊരവസ്ഥയിലായിരുന്നു. ഇത് ചെറിയൊരു അരുവിച്ചാലാട്ടോ. ഇത് കണ്ടോ, മേലിൽ നിന്നോ കാട്ടിൽ നിന്നോ വരുന്ന ഒരു ചെറിയ തോടോ അരുവി എന്താണ്, അതിങ്ങനെ ഒഴുകി ഇത് തന്നെ ഇങ്ങനെ താഴെ വരെ നമുക്ക് കാണാൻ പറ്റും. വെള്ളം ഒഴുകി പോകുന്ന ഓരോ സ്ഥലത്തോടെ ഇറങ്ങി കണ്ടോ. ആ വെള്ളം ഒഴുകാനായിട്ട് ആ ഒരു പാത്ത് കണ്ടോ, അതിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈം ആയതുകൊണ്ട് മൊത്തം വറ്റി വരണ്ട് കിടക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൽ ഇഷ്ടം പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ മൊത്തം ഡ്രൈ ആയിട്ട് തന്നെ കിടക്കുവാണ്. നല്ല വെയിലായി തുടങ്ങി കേട്ടോ. 10 മണി ആവാറായിട്ടുണ്ട്. ഈ വൈദ്യുതി പോസ്റ്റുകൾ അങ്ങ് താഴെ വരെ ഉണ്ടെങ്കിലും ആ ഒരു ലൈറ്റൊക്കെ ആ ഒരു കോൺക്രീറ്റ് വഴി തീരുന്ന അവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് അതിനർത്ഥം ഇവിടെ വേറെ വീടുകളോ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി താഴെ വരെ ഉണ്ട്. ആ പള്ളിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരിക്കും അല്ലേ. എന്നാലും ഇനി നമുക്ക് വീടുകളൊന്നും അങ്ങോട്ടേക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ വഴിയുടെ ഒരു അവസ്ഥ വീണ്ടും മാറണുണ്ടോ. ഇവിടെയൊക്കെ നല്ലപോലെ കോൺക്രീറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ താഴേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാറുന്നു അല്ലേ. ആ ഒരു ഹെയർ പിൻ തന്നെയാണ്. പക്ഷെ വഴി ഇങ്ങനെയാണെന്നേ ഉള്ളൂ. ഇവിടെ കണ്ടോ, മണ്ണിട്ട വഴിയാണെന്നേ ഉള്ളൂ. ആ ഒരു താഴ്വാരം കണ്ടോ. ഇവിടെയൊക്കെ പോസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഈ പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ അതുപോലെ ഈ വഴിയുടെ സൈഡൊക്കെ കിളച്ചൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ട് മിക്കവാറും. എന്തായാലും വീടുകളൊന്നും വരാനായിരിക്കില്ല. ഇവിടെ ഉള്ള വീടുകളെല്ലാം ആളുകൾ ഉപേക്ഷിച്ച് പോയതാട്ടോ, സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പുള്ളിക്കാൻ എനിക്ക് തന്നെ ഇല്ലിക്കക്കല്ലൊക്കെ ആ ഒരു സൈഡിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ആ ഒരു ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ ആ ഒരു കാരികാട് ടോപ്പിലേക്കൊക്കെ വരുന്ന ഒരു വഴി ഇവിടെ നിന്നാലും നമുക്ക് കാണാം അങ്ങ് ദൂരെ. അപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊക്കെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മലയിഞ്ചി ഇത് കൃഷി ചെയ്തേക്കണാണോ അതോ ഇങ്ങനെ തന്നെ വളർന്നു നിൽക്കണാണോ എന്നറിയില്ല. കാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ജാതി കാണാം കേട്ടോ. ജാതി മരങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ആ ഒരു കണ്ടോ, അവിടെ നിൽക്കുന്നുണ്ട് കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട്. വാഴയുണ്ട്. അതൊക്കെ കൃഷി ചെയ്തേക്കുന്നതായിരിക്കും അല്ലേ ആളുകൾ. പിന്നെ മറ്റേ കപ്പിലാവുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന എടനേല എന്ന് പറയും. കുമ്പിളപ്പം ചക്കയുടെ ഒക്കെ ഉണ്ടാക്കില്ലേ, അത് പൂത്ത് നിൽക്കണതാണ് നല്ല രസമല്ലേ. ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം അരുവിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള ഓസാണ്. ഈ ഓസ് പോകണുണ്ടോ. പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ഈ ജാതിക്ക് നല്ല വെള്ളം വേണമല്ലോ, ജാതി നനയ്ക്കാനായിട്ടായിരിക്കും. പക്ഷെ ഇപ്പം എങ്ങനെയായിരിക്കും നനയ്ക്കാമെന്ന് അറിയില്ലല്ലോ. ഈ ജാതിക്ക് നല്ല നനവ് ചെന്നില്ലെങ്കിൽ ഉണങ്ങിപ്പോവും.
മൊത്തം ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. ഈ വഴി കണ്ടോ, ഈ വഴിയാണേ, ഈ വഴി ഇതാണ്. നമ്മളിങ്ങനെ ഇറങ്ങി വീണ്ടും ഭയങ്കര സ്ലോപ്പായി തുടങ്ങി. ഒരു കാട്ടിൽ ഇതുണ്ട്, ഇവിടെ വരെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഇനി കുറേ ദൂരം നമ്മൾ കാട്ടിക്കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അന്നത്തെ നമ്മുടെ യാത്രയിൽ കണ്ട ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആ ഒരു വേട്ടക്കാരനായിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഓപ്പോസിറ്റ് നടന്നു വന്നൊരു ചേട്ടനല്ലേ, ഒരു നാടൻ തോക്കൊക്കെ കൈ പിടിച്ചുകൊണ്ട്, ആ ഒരു ചേട്ടനെ മാത്രമാണ് ഞാൻ കണ്ടുള്ളൂ. ആളൊരു കാർക്കശ്യക്കാരനായിരുന്നു, ഒരു ഗൗരവക്കാരനായിരുന്നു. അങ്ങനെ അധികം ഒന്നും ഞാൻ സംസാരിക്കാൻ നോക്കിയിട്ട് ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഹണ്ടിങ്ങിന് ഇറങ്ങിയതല്ലേ ആൾ മിക്കവാറും ഇവിടെ ഈ മൃഗങ്ങൾ കാണും കേട്ടോ. എന്തായാലും കാട്ടുപന്നി കാട്ടുമുയലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നൈസായിട്ട് അതിനൊക്കെ കാച്ചാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും. ഈ ഹണ്ടിങ് എന്ന് പറയുന്നത് ഇല്ലീഗലാണല്ലോ. അപ്പോൾ ഞാൻ ഈ ക്യാമറയും കൊണ്ട് ചെല്ലുന്ന കണ്ടിട്ട് ആളൊന്ന് പരിങ്ങിയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഗൗരവം നടിച്ചത്. എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ചേട്ടനെ മാത്രമാണ് അന്നത്തെ യാത്രയിൽ ഈ ഒരു വഴിയിൽ വെച്ചിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. ഇന്നും അതേ ഒരു സെയിം അവസ്ഥ തന്നെയാണ്. ആരെയും ഇതുവരെ നമ്മൾ ഏകദേശം ഒരു പകുതിയോളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആരെയും ഇതുവരെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു വീടുണ്ട് കേട്ടോ, വീടുണ്ടെന്നാണ്. ഒരു പട്ടി അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മ സീനായോ, പട്ടി ഉരയ്ക്കുന്ന നോക്കി. പട്ടി കടിക്കുമോ, സീനായോ? കുഴപ്പമില്ല, അവൻ വാലാട്ടുന്നുണ്ട്. അവനോടൊന്ന് സ്നേഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ട, ഇത് കാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നേക്കോട്ടെ ആ ഒരു നാടൻ കാപ്പിയല്ല, ഇതിൻ്റെ ഇല കണ്ടോ, കണ്ട കാപ്പിക്കുരു കായ്ച്ച് കിടക്കണം നോക്കി. നാടൻ കാപ്പിയല്ല, നാടൻ കാപ്പി ഇവിടെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു കൃഷി ഏരിയയാണ്. അപ്പോൾ എന്തായാലും അവിടെ കൃഷിയുടെ ആവശ്യം വന്ന് ആരെങ്കിലും കൂടെ വന്നതായിരിക്കും. പട്ടി അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഭാഗ്യം ഉള്ളി. ഞാൻ ഓർത്ത സീനാക്കുമായിരിക്കുന്നത്. ഇതൊക്കെ അത് താഴ്വാരം നല്ല രീതിയിൽ നമുക്ക് കണ്ടോ കണ്ടു തുടങ്ങി. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു പള്ളി വരെ എത്തിയ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ വെച്ച് നമ്മൾ ആ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ടാം ഭാഗത്തോടെ ഇറക്കേണ്ടതായിരുന്നു. അതിനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പള്ളിയൊക്കെ ഷൂട്ട് ചെയ്ത ശേഷം തിരിച്ച് കയറി തുടങ്ങി, കയറ്റം മൊത്തം കയറി തുടങ്ങി. അന്ന് സൈക്കിളിനായിരുന്നല്ലോ വന്നത്. അപ്പോൾ സൈക്കിൾ ഒരു കയ്യിലുണ്ട്, അത് ഞാൻ തള്ളി ശ്രമപ്പെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് അല്പ ദൂരം വന്ന് ആയപ്പോൾ തന്നെ ഈ അന്തരീക്ഷം മൊത്തം അങ്ങ് മാറിയിട്ട് എന്താ പറയുക, ഇരുണ്ട് മൂടിയിട്ടോ. ചെറിയ മഴയുടെ ഒരു ആരംഭം ഉണ്ടായിരുന്നു. മഴ എനിക്ക് ഇത് പണി കിട്ടിയില്ലോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. മൊത്തം ഇരുണ്ട് മൂടി വല്ലാണ്ടങ്ങായേ. എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം നമ്മളിപ്പം അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ വന്നാൽ തന്നെ ഭയങ്കര ഒരു വിജനമായ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മഴയും കൂടെ വന്നാന്ന് ഓർത്ത് നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു തിരിച്ചിറങ്ങി പോയാലോ, പോയ ഒരു പള്ളിയുടെ വരാന്തയിലോ അല്ലെങ്കിൽ ആ വീടിൻ്റെ അവിടെ കയറി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കുറച്ച് നേരം ഞാൻ നിന്നു ഇവിടെ. അപ്പോൾ നോക്കി ഞാൻ തിരിച്ചിറങ്ങി പോയാലും റിസ്ക്കാണ്. കാരണം വെച്ചാൽ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് സന്ധ്യ രാത്രിയാവും. രാത്രിയായി കഴിഞ്ഞാൽ അറിയാലോ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് നടന്നിട്ടും അങ്ങ് ആ ഒരു അന്തരീക്ഷം ക്ലിയർ ആവുന്നില്ല. മൊത്തം കാറ്റും ഈ ഒരു ചീവീടുണ്ട്. നമ്മൾ ഈ കാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു ചീവീടിൻ്റെ കരച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഭയങ്കരമായിട്ട് ശബ്ദത്തിൽ നമുക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ തന്നെ മൊത്തം മൂടങ്ങ് മാറിയിട്ടോ. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ടേക്ക് പോയി. നമുക്ക് സ്പീഡിൽ പോകത്തില്ല. ഒന്നാമത് നല്ല കയറ്റമാണ്. വഴി മൊത്തം ഇന്ന് പിന്നെയും കുറച്ചൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ പുല്ലൊക്കെ തെളിച്ച് അന്ന് ഇതിലും കഷ്ടമായി കിടന്നതാണ്. എനിക്ക് നേരെപാടിന് നടക്കാൻ പോലും പറ്റുന്നില്ല. ഈ കുറേ വെള്ളം തോടെ ക്രോസ് ചെയ്യണം. ഭയങ്കര ഇങ്ങനെ കാറ്റൊക്കെ ഇരച്ചു വരുന്നുണ്ട്. അങ്ങനെ ആകെ ടെൻഷനായി ഞാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്ന് ആ ഒരു വീടൊക്കെ എത്രയും മുന്നേ ആയിട്ട് അന്തരീക്ഷം പതുക്കെ തെളിഞ്ഞു. അപ്പോഴൊരു ആശ്വാസമായിട്ടോ. പിന്നെ വീണ്ടും നടന്ന ഒരു കോൺക്രീറ്റൊക്കെ ഇട്ട വഴി ചെന്നപ്പോഴത്തേനും കുറച്ച് ആളുകളൊക്കെ മേലിൽ നിന്ന് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ആളുകളൊക്കെ അവിടെ ആളുകളെ കണ്ടപ്പോഴാണ് ആശ്വാസമായത്. അങ്ങനെ നമ്മൾ അവസാനത്തെ വളവ് ഇറങ്ങി പള്ളിയുടെ സമീപത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു വീട് കണ്ടോ, ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു വീട് കാണാം. ഒരു മർഡർ നടന്ന വീട് കണ്ടോ. അമ്മു മുന്നിൽ കാണുന്നതാണ് പള്ളി കണ്ടോ. നമ്മുടെ CSI ചർച്ച് ഏകാന്തമായിട്ടങ്ങനെ നിൽക്കുന്നുണ്ടോ. ഒരു മനുഷ്യനില്ല കേട്ടോ, ഞായറാഴ്ചയായിട്ട് പോലും. പള്ളിയുടെ നേരെ മുന്നിലായിട്ട് വീട്. ഈ പള്ളിയുടെ മുറ്റത്ത് കാപ്പിക്കുരുവാണ് എന്തൊക്കെയോ പറിച്ചിട്ട് ഉണങ്ങാനായിട്ടിട്ടുണ്ട്. ഇതെന്താ ഇത്? അത് കാപ്പിക്കുരു അല്ല കേട്ടോ. ഇത് നമ്മുടെ ഇതാണേ, ഈ എന്താ ഇതിന് പറഞ്ഞേ, ഇറച്ചിയിലൊക്കെ ഇടുന്ന സംഭവമില്ലേ, കറുവപ്പട്ട അല്ലേ? കറുവപ്പട്ട കേട്ടോ. കറുവപ്പട്ട പറിച്ചിട്ട് ഉണങ്ങാനിട്ടേക്കുന്നതാണ്. കറുവപ്പട്ട എന്നല്ല ഇതിന് പറഞ്ഞേ. അതെയോ ഇതെന്നെ സംഭവം? ഇത് ക്ലോവ് അല്ലേ സംഭവം? അതല്ല, ക്ലോവ് എന്ന് പറയും. ഇതിൻ്റെ മലയാളം എന്താ? ഗ്രാമ്പു. അത് തന്നെ, ഗ്രാമ്പു. എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു വേർഡ് കിട്ടിയില്ല. അതൊക്കെ ഇവിടെ നിറയെ ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ മരം നോക്കി നല്ല രസമാട്ടോ. പള്ളിയുടെ ഫ്രണ്ടിൽ ഈ മഞ്ഞപ്പൂവുള്ള മരം നിൽക്കണ കാണാൻ. അങ്ങനെ കുറേ ദൂരം നടന്ന് ഒടുവിൽ ഇതാ നമ്മുടെ CSI ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഇവിടെ രണ്ടാമത് ഞാൻ ഇന്ന് വരാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത്, ഞായറാഴ്ചകളിൽ ഈ ഒരു പള്ളി
ഈ പള്ളിയിൽ വിശ്വാസികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ആളുകളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് പോയതാണോ അതെയോ ഇന്ന് ഞായറാഴ്ച പള്ളി തുറക്കാത്തതാണോ എന്ന് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഇന്ന് തുറന്ന് കാണാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ വന്ന വഴിക്ക് ആരെയും കണ്ടില്ലല്ലോ ഇവിടെ ആളുകൾ വരുന്നുണ്ടെന്ന് അങ്ങനെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ വന്നതായിരുന്നു. എന്തായാലും ആ ഒരു കാഴ്ച ആളുകളെ എന്തായാലും കാണാൻ പറ്റില്ല. ഇന്നും നമ്മൾ തനിച്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ. ആ വീടിൻ്റെ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇതിലൊരു വഴി കിടക്കുന്നുണ്ട് താഴേക്ക്. മിക്കവാറും താഴെ എന്തെങ്കിലും ഒരു വീടൊക്കെ ഉണ്ടെങ്കിലോ നമുക്കൊന്ന് കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കാം താഴേക്ക്. ഈ വഴി എങ്ങോട്ടാണ് ചെന്ന് അവസാനിക്കുന്നതെന്നൊന്നും അറിയണമല്ലോ. ആ ഒരു താഴ്വാരം തന്നെ കേട്ടോ, ഒത്തിരി ആ ഒരു താഴ്വാരം നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വീട് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഈ പള്ളിയിൽ എന്തുകൊണ്ടാണെന്ന് ആളുകൾ വരാത്തതെന്നൊക്കെ ഒന്ന് അറിയാനായിട്ടുള്ള പോക്കാട്ടോ. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് അറിയണം. കണ്ടിട്ടൊരു വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട്. ആ അരുവി നമ്മൾ കണ്ട ആ ഒരു അരുവി തന്നെ കേട്ടോ, അതിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടോ. ആ ഒരു അരുവി ഒഴുകി ആ പള്ളിയുടെ അവിടെ വന്നാൽ ചെറിയൊരു തോട് പോലെ താഴെ കാണാം. അപ്പം അങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി ചെന്ന് കയറുന്നതാണ്. നല്ല തണുപ്പ് ഇവിടെ കയറിയപ്പോൾ. ഇങ്ങോട്ട് ഒത്തിരി ഞാൻ അന്ന് വന്നപ്പോൾ ഈ ഏരിയയിലേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു. നമുക്ക് കുറേ നടന്ന് പോകാട്ടോ. ആ താഴ്വാരത്തേക്കായിരിക്കും മിക്കവാറും ചെല്ലുന്നത്. ഒരു വീടേലും ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ടായിരുന്നെങ്കിൽ വഴിയിൽ വെച്ച്. അപ്പോൾ ഈ ഒരു വഴി ചെന്ന് കയറുന്നത് വേറെ ഒരു വഴിയിലേക്കാണ്. നമ്മൾ വന്ന വഴിയാണോ? അല്ല, ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ആ ഒരു ഹോസ് ഇങ്ങനെ കാണാട്ടോ, നമ്മളെ മേലിൽ നിന്ന് കണ്ട ഒരു വെള്ളം കൊണ്ടാണ് ഹോസ് ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അതിൽ വെള്ളം ഉണ്ടോ, വെള്ളം ഇരയ്ക്കുന്നുണ്ട്. ഇതെവിടേക്കായിരിക്കും ചെന്ന് അവസാനിക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല. മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പണി തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു തേയിലത്തോട്ടം ഞാൻ മേളിൽ നിന്ന് കാണിച്ചു തന്നെ ഒരു തേയിലത്തോട്ടമാണേ. തേയിലച്ചെടികൾ ഒരു വളർന്നു നിൽക്കണുണ്ടോ. ഭയങ്കര കാടിൻ്റെ അതൊക്കെ കയറിയിട്ടോ. നോക്കി നടന്ന് ആ വഴിയിൽ നിന്നൊക്കെ നടന്ന് നമ്മൾ കൊടും കാട്ടിലേക്ക് തന്നെ കയറി. ഈ വഴിക്കൊരു അവസാനമില്ല. ഇതുകൊണ്ടോ മേളിലേക്കൊരു വഴി കിടക്കുന്നുണ്ട്, താഴേക്കും ഒരു വഴി അങ്ങ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊക്കോ, കാപ്പി അതൊക്കെയാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇതൊരു ബമ്പിളി നാരങ്ങ ആരോ കട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വഴി പോകണമെന്നാണ് ഒരു കൺഫ്യൂഷൻ. താഴേക്ക് പോയിക്കാൻ നമ്മൾ ആ ഏറ്റവും അടിവാരത്തിൽ ചെല്ലും. ഇതിലൊന്ന് കുറച്ചുകൂടെ പോയി നോക്കട്ടെ. കണ്ടിട്ട് വീടുകളൊന്നും ഇല്ലയെന്ന് തന്നെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വഴി ഇവിടെ കൊണ്ട് തീരുവാണ്. ഇനിയും മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, അവിടെ വീടും ഒന്നുമില്ല. നമ്മൾ വെറുതെ നടക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ആ മേളിൽ നിന്ന് നടന്ന് ആ താഴ്വാരത്തെത്തി. അവിടുന്ന് ഒരു വഴി കണ്ടല്ലോ, ആ റൈറ്റ് സൈഡിലേക്ക്. അങ്ങോട്ടേക്ക് കുറച്ച് നടന്നു പോകത്തില്ല. ഇപ്പം നമ്മൾ ഏറ്റവും അടിവാരത്തിൽ ചെല്ലും. ഏതായാലും ഇത്ര ഇടം വരെ ഇറങ്ങി വന്നല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ താഴേക്ക് കുറേ ദൂരോടെ നടക്കാൻ പോകട്ടെ. നമുക്ക് വഴിയൊന്നും തെറ്റില്ല എന്ന് വിചാരിക്കുന്നു കയറി പോകാനായിട്ട്. ഇതിലേക്ക് എന്നാൽ പള്ളിയുടെ അങ്ങോട്ട് പോകാം അല്ലേ. ആ പടയിൽ 2 വഴിയുള്ളൂ. ഇതെവിടെയാണ് ചെല്ലുന്നതെന്ന് അറിയണല്ലോ. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റുക കേട്ടോ. കാര്യം നമ്മളിനി എത്ര അങ്ങോട്ട് നടന്നാലും ആരെയും കാണാൻ സാധിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ അതേ മേലൊരു വീടല്ല, ഒരു ഷെഡാന്ന് തോന്നുന്നു. ഷീറ്റ് കൊണ്ട് പണിതേക്കുന്ന ഒരു ഷെഡ് കാണാം. അങ്ങോട്ട് കയറാനായിട്ട് വഴിയൊന്നുമില്ല. അവിടെ ആരിലേക്ക് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. ഇതിൽ കയറേണ്ട വഴി ഏതെന്നറിയില്ല. ഇവിടെ ഒരു കയറ് കണ്ടോ, ഈ കയറിൽ പിടിച്ചായിരിക്കും കയറുന്നതിൽ. നമുക്കൊന്ന് കയറി നോക്കാം മേളിലേക്ക്. അതല്ലാതെ നമ്മൾ കുറേ ദൂരം ഇറങ്ങി വന്നല്ലോ. ഇനിയിപ്പോൾ അതേ താഴ്വാരമൊക്കെ എത്താറായിട്ടുണ്ട്. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇത് കണ്ടോ, ഷെഡ് കണ്ടോ. ഇതെന്തിനായിരിക്കും ഇവിടെ പണിത് വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ പാത്രങ്ങളും ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളൊക്കെ കാണാം. ഇവിടെ പണിയെടുക്കുന്നവർ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ഫ്രിഡ്ജ് അവിടെ ഉണ്ട്. അവിടെ ഒരു കുളിമുറി എന്തൊക്കെ കാണാം, ബാത്റൂമോ ആണെന്ന് തോന്നുന്നു അവിടെ കാണാം. ആ പറമ്പിൽ കാപ്പിക്കുരു പറിച്ചിട്ട് കണ്ടോ ഉണങ്ങാനായിട്ട് വെച്ചേക്കുന്നത്. നിറച്ച് കാപ്പിയാണ്. അപ്പോൾ അത് ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, ഒരു വീട്. ഭാഗ്യത്തിന് ഇവിടെ ഒരു വീട് കണ്ടു. വീട്ടിലേക്ക് നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കാം. ഈ പ്രദേശത്തുള്ള ഏക വീടാട്ടോ. പിന്നെ അവിടെ ഉണ്ട്, അക്കരയിലുണ്ട്.
ഇവിടെ ഇത്രയും നേരം നടന്നേ പിന്നെ കണ്ടൊരു വീടാണ്, ചെറിയൊരു വീടാണേ. എന്നിട്ട് ലക്ഷണം കണ്ടിട്ട് ഈ വീട്ടിൽ ആരും ഇല്ലയെന്ന് തോന്നുന്നു. വീട് പൂട്ടിയിട്ടേക്കുവാണേ. വഴി ഇവിടെ കൊണ്ട് തീരുവാണ്. ചെറുതേനൊക്കെ എടുക്കുന്നുണ്ട്. ചെറുതേൻ്റെ പെട്ടിയാണ് കാണുന്നത്. ചെറുതേനാട്ടോ. വീട്ടിൽ ആരുമില്ല, ആരുമില്ലാത്തൊരവസ്ഥയാണ്, ആരുമില്ല. ഇവിടെ വീടിൻ്റെ തറയിൽ കാപ്പിക്കുരും അടക്കയൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. ആ ഒരു അടിവാരത്തേക്ക് പോകാനുള്ള വഴി ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റിപ്പോകും, ഉറപ്പായിട്ടും തെറ്റിപ്പോകും. പോകുന്നത് എന്തായാലും റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇറങ്ങി വന്ന വഴിയെ നടക്കാം. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് വരാൻ നിൽക്കണ്ട കേട്ടോ. അതായത് ആ ഒരു താഴെ ഒരു പുഴ ഒഴുകുന്നത് കാണാം. ഇത് വെള്ളമുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ നോക്കിയിട്ട് വഴി എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നില്ല. നമ്മൾ ഒത്തിരി ദൂരം ആ പള്ളിയുടെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി അധികം പോയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരും തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എവിടെ ആരും തന്നെ വരാതിരിക്കും കേട്ടോ. ഞാനിങ്ങനെ പിടിവിട്ട് പോകണമെന്നേ ഉള്ളൂ. റിസ്ക് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഹെൽപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. അന്ന് വന്നപ്പോൾ ആരെയും കണ്ടില്ല, ഇന്നും അതേ സ്ഥിതി തന്നെ. ആരും ഇല്ല കേട്ടോ. ഞാൻ ആ പള്ളിയിലെങ്കിലും ആൾക്കാരുണ്ടാവുമെന്ന് ഉറപ്പിച്ച് തന്നെ വന്നതാണ്. പക്ഷെ എന്താണോ എന്ത് പറ്റിയോ പള്ളിയും തുറന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പള്ളിയുടെ മുന്നിലേക്ക് തന്നെ എത്തി. ഓ, ഇവിടെ എത്തിയപ്പോൾ ഒരു ആശ്വാസം. നമുക്ക് ആ വീട്ടിലൊന്ന് കയറാം. എൻ്റെ അമ്മോ, അവിടെ കയറി ചെല്ലണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു പള്ളിയുടെ അവിടുന്ന് ഈ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞതാണ്, ഈ വീട്ടിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടി തോന്നും. കാരണം ആ ഒരു വീട്, ആ നിൽക്കുന്ന ഒരു സ്ഥലവും ഈ അന്തരീക്ഷം, ആ ഒരു വീടിൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഇങ്ങോട്ട് കയറാൻ തന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ കൂളായിട്ട് ഇതിൻ്റെ അകത്ത് കയറിയതാണ്. എനിക്ക് ആ ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ. ഈ വീട് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇത് 1964 ആ ഒരു കാലഘട്ടത്തിൽ പണിത വീടാണ്. ഇതിപ്പോൾ മൊത്തം ജീർണിച്ച് ആ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. ഞാനങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിന് താഴെ 2 കമൻറ്റുകൾ ശ്രദ്ധിച്ചു. അതിലൊരു കമൻറ്റ്, ആ ഒരു കമൻറ്റിൽ പറയുന്നുണ്ട് ഇത് 1964 പണിത വീടാണ്, നിങ്ങൾ കയറിയ 2ാമത്തെ മുറിയുടെ തെക്ക് വശത്തായിട്ട് ഒരാളെ ജീവനോടെ കുഴിച്ചു മൂടിയതാണ്. അതെ, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. വെറുതെ അതൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നത്. വേറെ ആളോടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വീട്ടിൽ കൊലപാതകം നടന്നതാണ്, നിങ്ങളത് അറിഞ്ഞിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച്. ഞാൻ ആ കമൻറ്റ് എന്തായാലും ഈ വീഡിയോയിൽ കൊടുത്തേക്കട്ടെ, നിങ്ങൾ വായിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്റ്റോറി എല്ലാം പറഞ്ഞത്. വേറെ കുഴപ്പമില്ല. പക്ഷേ ഈ വീട് എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി കാലം മുതലേ ഉള്ള വീടാണ്. ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ. ഈ പള്ളിയിൽ ഞായറാഴ്ചകളിൽ ഇവിടെ ആളുകൾ, വിശ്വാസികളൊക്കെ വരുന്നുണ്ട്. ഈ ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വീടുകൾ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പം അധികം താമസമുള്ള വീടുകൾ 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ. ഈ പള്ളിയുടെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്ക് ആ ഒരു താഴ്വാരം കറക്റ്റ് കാണാം കേട്ടോ. ആ ഒരു പുഴയാണ്, അന്നത്തെ തോടൊക്കെ ഒഴുകുന്നത് കാണാവേ. ഒത്തിരി താഴെയാണ്. ചേട്ടൻ എവിടെയാണോ? അതെയോ? അടയ്ക്ക പറിക്കുക അല്ലേ? അപ്പോൾ ആ താഴേക്കടെ ഒഴുകുന്ന ഞാനൊരു പുഴയാന്ന് പറഞ്ഞില്ല, അത് മീനച്ചിലാറിൻ്റെ ഒരു തുടക്കം കേട്ടോ. തുടക്കം എന്ന് പറഞ്ഞാൽ ഈ എവിടുന്ന് തുടങ്ങണത്? വഴിക്കടവ് അല്ലേ? അവിടെ നിന്ന് ഇവിടെ എത്തുന്നതിന് എത്ര ദൂരമാവും? അതെ അല്ലേ? മീനച്ചിലാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാല്യം അല്ലേ, തുടക്കമാണ്. അത് വെള്ളമില്ല, വെള്ളം തീരെ കുറവാട്ടോ. അപ്പോൾ നമ്മൾ ആ പള്ളിയുടെ താഴെ കണ്ട ചേട്ടൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ അടയ്ക്കാ പറയാറുന്നല്ലേ ഞായറാഴ്ച? ഈ പള്ളി ഞായറാഴ്ചയിൽ ഇങ്ങനെ ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞായറാഴ്ച ഉണ്ട്. ഇപ്പം സഭാവിശ്വാസികളെ കുറവായതുകൊണ്ട് കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ. അപ്പം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പള്ളിയിലുള്ളൂ, ആരാധനയുള്ളൂ. ഞായറാഴ്ച മാത്രമേ ഉറക്കുള്ളൂ? ഞായറാഴ്ച ഉള്ളൂ. കുടുംബക്കാർ കുറവാണ് ഇവിടെ? കുടുംബക്കാരിപ്പം ഇവിടെ താമസം മാറി ഒത്തിരി പേര് പോയിട്ടുണ്ട്. അതെയല്ലേ. ചേട്ടൻ എന്താ ജോലി? ഞാനിപ്പം കൃഷിപ്പണിയൊക്കെയാ, പിന്നെ കുറച്ച് പുറത്ത് ജോലികളൊക്കെ ചെയ്യുന്നു. അതെല്ലേ? കൃഷി കാര്യങ്ങളാ. അപ്പൊ ഈ വീട് ശരിക്കും പറഞ്ഞത് ആരുടെ? ഈ വീട് മറ്റേ വീടെന്ന് പറയുമ്പം ഈ പള്ളി വകയായിട്ടുള്ള ഒരു അച്ഛനും ഉപദേശിയൊക്കെ ഇങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതെ, താമസിച്ചോണ്ടിരുന്ന. അതെ അതെ. ഇപ്പം ഇങ്ങനെ ആഴ്ചയിലൊക്കെ വന്ന് പോകുന്നേ ഉള്ളൂ അവര്. ഇവിടെ പള്ളിയിൽ വരുന്ന അച്ഛന്റെ വീട് ഇവിടെ അകലേന്ന് വരുന്ന ഇടമല. ഈ പള്ളി ഇടവകയാണോ? അതെങ്ങനെ ഈ പള്ളി? ഇങ്ങനെ പള്ളി
ഇടമല പൂഞ്ഞാർ ഇടവകയുടെ കീഴിലുള്ള ഒരു പള്ളിയായിട്ടേ ഉള്ളൂ. അതെ അല്ലേ? എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? 60-70 വർഷം പഴക്കം. അത്രയുണ്ടല്ലേ? കൃത്യമായിട്ട് അറിയത്തില്ല. ഈ സ്ഥലം ഒത്തിരി ഇത് ഏത് ഏരിയയാടാ താഴെ കാണണേ? ഇത് കരിയാട് പാലം എന്ന് പറയും. മറ്റേ വെള്ളികുളത്തുനിന്നൊരു റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ പുള്ളിക്കാന ഏരിയ ആണ്. പുള്ളിക്കാനം അവിടെ ആയിട്ട് വരും. താഴേക്ക് ആളുകൾ താമസിക്കുന്നുണ്ട്? വീടുണ്ടോ? ഒരു വീട് ഞാൻ ഏതാ മലയിൽ താഴേക്ക് നടന്നപ്പോ കണ്ടു. അവിടെ വീടുകളുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു ഏകദേശം 6-7 വീട് ഇപ്പൊ നിലവിലുണ്ട് ഈ ഭാഗത്ത് തന്നെ. സൗകര്യങ്ങൾ ഭയങ്കര കുറവല്ലേ? കുറവാ. ചേട്ടാ പേരെന്താ പറഞ്ഞേ? ഷാജി. സൗകര്യം കുറവാണ്. ഇറങ്ങി വരണമല്ലോ. അത്ര ഇറങ്ങി 2 കിലോമീറ്റർ. അതെ, ഞാൻ ഒത്തിരി ദൂരം നടന്നല്ലേ വരുന്നേ. അപ്പൊ ആദ്യം വരുമ്പോ ഒരു ആശങ്ക തോന്നിയായിരുന്നു. മഴക്കാലമൊക്കെയാണ് ഒരു ഭീകരാന്തരീക്ഷം തോന്നുന്നു നമുക്ക് ഇറങ്ങി വരുമ്പോ. മഴക്കാലത്തിന് അതെ കഴിക്കും തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ഉണ്ട്. അതെ അല്ലേ? ഇവിടെ കുറെ കൃഷിയുണ്ട് അല്ലേ? ഗ്രാമ്പു അല്ലേ അത്? ഗ്രാമ്പു, കാപ്പിക്കുരു, കാപ്പി കൃഷിയുണ്ട്. കൃഷിയുണ്ട് അല്ലേ? അന്ന് വന്നപ്പോ നമുക്ക് ഇതിലും കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പൊ കുറെ ഒക്കെ തെളിച്ചിട്ടുണ്ട്. അത് മുട്ടപ്പഴം അല്ലേ ചേട്ടാ? അത് ഞാൻ 2 പറിച്ചോട്ടെ? ഇത് പഴുക്കില്ല അല്ലേ? ഇതുകൊണ്ട് ചാരത്തെ കൊണ്ട് വെച്ചാൽ പഴുത്ത് കിട്ടും 2 ദിവസം. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ്. ഇവിടെ ആ ഒരു മരം കണ്ടത്. അത് മുട്ടപ്പഴം കേട്ടോ. അത് എല്ലാ നാട്ടിലും എങ്ങനെ പറയാം? ഞങ്ങൾ മുട്ടപ്പഴം എന്നാണ് പറയുന്നത്. ഇത് പഴുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കണ്ടാ പഴുത്താന്ന് തോന്നുന്നു അല്ലേ? അത് പഴുത്തിട്ടില്ല. അതെ. 2-3 കൊണ്ടുപോയി കഴിഞ്ഞാൽ പഴുപ്പിച്ച് കഴിക്കാം. ഇത് മൂത്താണോ ഇതെല്ലാം? ആ കളറിൽ കിടക്കണേ? ആ വലിപ്പം ഉള്ളത് അല്ലേ? ഇതൊക്കെ ആയതാ. അതെയോ? ഇതൊക്കെ ഒരു 2 ദിവസം ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോഴേക്കും വെറുതെ വെച്ചാൽ ചാരത്തിൽ വെക്കണോ? ചാരത്തിൽ വല്ല അരിക്കാത്തൊക്കെ വെച്ചാൽ മതി നമ്മള്. അരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന്റെ ടേസ്റ്റ്. കലാപരിപാടിയൊക്കെ ഈ പള്ളിയിലാ കഥാപ്രസംഗമൊക്കെ പെരുന്നാളുണ്ടായിരുന്നു. ഒരു 150 സഭാവിശ്വാസികൾ ഉണ്ടായിരുന്നു ഇവര്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരും എല്ലായിട്ട് നല്ലൊരു ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരുന്നതാ. പെരുന്നാളൊക്കെ നടന്നല്ലേ? പഴയ കാലത്തെ കഥാപ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ. ശരി. സിനിമാ പ്രദർശനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെ, കുടുംബക്കാരില്ലാത്തോണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പള്ളിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെ. ഞാൻ പറഞ്ഞ ഞായറാഴ്ചകളിൽ ഈ പള്ളി തുറക്കുന്നു. അപ്പോൾ ഞായറാഴ്ച വന്ന് ഇവിടെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഈ പള്ളിയുടെ ചരിത്രമൊക്കെ അറിയാവുന്ന ഉദ്ദേശത്തിലാണ് ഇറങ്ങി തിരിച്ചത്. എന്തായാലും അത് പറ്റിയില്ല. വിഷമത്തോടെ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഒരു ചേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഈ ഒരു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് ഈ ഒരു പ്രദേശം ഈ പള്ളിയൊക്കെ നിഗൂഢമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ചേട്ടനാളും പറഞ്ഞില്ലേ, ഇപ്പം ഇറങ്ങി വന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ വരുമ്പം നമുക്ക് എന്തായാലും പേടി തോന്നും, പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വരുമ്പോഴത്തേനും. അപ്പം ഇപ്പോൾ വന്നപ്പോൾ എനിക്കറിയാം കാര്യം, നമ്മൾ എന്തോരം നടന്നാലും ഇവിടെ എത്തും. ഇതിൻ്റെ ഈ സ്ഥലം എങ്ങനെയുള്ളതെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കൂളായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആദ്യമൊക്കെ വരാൻ നിൽക്കുന്നവർ, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ മഴക്കാലത്തൊക്കെ ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി പേടിയുള്ളവരങ്ങനെ തന്നെ വരാതിരിക്കുക. അപ്പോൾ എന്തായാലും 3ാമതൊരു അധ്യായമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പള്ളിയുടെ വീഡിയോ ആയിട്ട് വരില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരേക്കും ഷെയർ ചെയ്യാൻ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.